നിങ്ങളും മാണിക്കുഞ്ഞും തമ്മിൽ പള്ളിയിൽ വെച്ച് വഴക്കുണ്ടായി. അതിനുശേഷം നിങ്ങൾ അയാളൊരു കള്ളക്കേസിൽ കുടുക്കി. ഓ സാർ, പോലീസുകാർ എന്നെ തല്ലി ചതച്ചു. അപ്പോ ന്യായമായിട്ടും നിങ്ങൾക്ക് അയാളോട് വൈരാഗ്യം ഉണ്ടായി? ഉണ്ടായിരുന്നു സാർ. തന്നോട് കടുത്ത വിരോധമുള്ള ഒരാൾക്ക് മാണിക്കുഞ്ഞ് ഇതുപോലുള്ള ചെക്ക്, അതും ബ്ലാങ്ക് ചെക്ക്, ഇനി ഏത് രീതിയിലായാലും കൊടുക്കൂ? വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട്, അതാ ചോദിക്കുന്നത്. ഇതൊരു കുറ്റബോധത്തിൽ നിന്നുണ്ടായ പരിഹാരമാണ് സാർ. അദ്ദേഹത്തിൻ്റെ കുടുംബം മുഴുവൻ ഒരു ആക്സിഡൻറ്റിൽപ്പെട്ട് ഒരു പക്ഷേ അതെൻ്റെ അമ്മയുടെ ശാപമാണെന്ന് തോന്നലിൻ്റെ പ്രായച്ചിത്തമായിരിക്കാം. ഒരിക്കലും ഒരു അവകാശവും പറഞ്ഞ് ഞാൻ അവിടെ പോയിട്ടില്ല. അദ്ദേഹം ആളെ വിട്ട് പല പ്രാവശ്യം നിർബന്ധിച്ചുകൊണ്ടാണ് ഞാനന്ന് പോയത് തന്നെ. സംഭവിച്ചതെല്ലാം മറക്കണം, പൊറുക്കണം. ഞാൻ ഇവിടെയുള്ളതെല്ലാം വിറ്റുപിറക്കി ഊട്ടിയിലോ മറ്റോ സെറ്റിൽ ചെയ്യാൻ പോവുകയാണ്. അതിനു മുമ്പ് ഒരു കടമ തീർക്കാനുണ്ടെന്ന് പറഞ്ഞിട്ടാ ഇഷ്ടമുള്ള തുക എഴുതിയെടുത്തോളാൻ പറഞ്ഞ് ഈ ബ്ലാങ്ക് ചെക്ക് എന്നെ ഏൽപ്പിച്ചത്. എന്നിട്ടെന്താ പിന്നെ ഈ ചെക്ക് ഉപയോഗിക്കായിരുന്നത്? നിർബന്ധിച്ചതുകൊണ്ടാ ഞാനത് വാങ്ങിയത്. പിന്നെ എന്തോ ഒരു അഭിമാനക്കുറവ് തോന്നി വേണ്ടാന്ന് വെച്ചു. മോനിച്ചന്റെ കല്യാണം കഴിഞ്ഞോ? കഴിഞ്ഞു. ഒരു കുഞ്ഞുണ്ട്. പക്ഷേ അവരിപ്പോൾ അവരുടെ വീട്ടിലാ. എന്താ അപ്പോഴേക്കും ഡൈവേഴ്സ് ആയോ? അതല്ല സാർ, ഒരാഴ്ച നിൽക്കാൻ പോയതാ. മാണിക്കുഞ്ഞിന്റെ സ്വത്തുക്കൾ മുഴുവൻ വാങ്ങിച്ചത് പാർട്ട്നേഴ്സ് ആണല്ലോ. അതിൽ പലർക്കും അഭിപ്രായ വ്യത്യാസമുണ്ട്. മോനിച്ചനോ? അന്ന് മാണിക്കുഞ്ഞെന്നെ വീട്ടിലേക്ക് വിളിപ്പിച്ച ദിവസം ഈ സ്വത്ത് വിൽപ്പനയെക്കുറിച്ചുള്ള സംസാരം അവിടെ നടക്കുന്നുണ്ടായിരുന്നു. സ്വത്തുക്കൾ മുഴുവൻ വാങ്ങാൻ പാർട്ട്നേഴ്സിന് താല്പര്യമുണ്ട്. പക്ഷേ മാണിക്കുഞ്ഞിന് അവർ പറഞ്ഞ വില തീരെ പോരാ. തുടർന്ന് ഞാനുമായി സംസാരിച്ചപ്പോൾ സ്വത്തുക്കൾ അവർക്ക് വിൽക്കുന്നില്ലെന്നും പറഞ്ഞു. പക്ഷേ ഇപ്പൊ സ്വത്തൊക്കെ അവരുടെ കയ്യിലായി. അന്നത്തെ ചർച്ചയിൽ എല്ലാ പാർട്ട്നേഴ്സും പങ്കെടുത്തിരുന്നു? പാർട്ട്നേഴ്സ് ആരും ഉണ്ടായിരുന്നില്ല സാർ. പിന്നെ അവരുടെ മധ്യസ്ഥനായി ബാഹുലേന ഉണ്ടായിരുന്നത്. ആരായി ബാഹുലേൻ? ബാഹുലേന അവരുടെ ശരി സാർ. ശരി. ധാരാളം സ്വത്തുക്കളുള്ള മാണിക്കുഞ്ഞ്, അനുഭവിക്കാൻ ആകെ ബാക്കി വിധവയായ ഒരു മരുമകൾ മാത്രം. പിന്നെയുള്ളതാ ഇല്ലീഗലാണെങ്കിലും സ്വന്തം രക്തത്തിൽ പറഞ്ഞ ഈ മകൻ. ബ്ലാങ്ക് ചെക്കിന് പകരം എന്തെങ്കിലും സ്വത്ത് എഴുതി വെച്ചുകൂടായിരുന്നോ? അതിപ്പോ സ്വത്താവുമ്പം മകൻ സ്വീകരിച്ചെങ്കിലോ? ചെക്കായതുകൊണ്ടല്ലേ അഭിമാനക്കുറവുണ്ടായത്. അച്ഛൻ ചെക്ക് വെച്ചതാണോ മകൻ അച്ഛനിട്ട് ചെക്ക് വെച്ചതാണോ ആർക്കറിയാം സാർ. മാണിക്കുഞ്ഞിന്റെ പാർട്ട്നേഴ്സിനെ കുറിച്ച് അടിയോടിയും മോനിച്ചനും പറഞ്ഞ സംശയങ്ങൾ ഞങ്ങളിൽ ചിലർക്കും ഉണ്ടായിരുന്നു. അതുതന്നെയാണ് ഈ പൗരമുന്നണി ഉണ്ടാവാനുള്ള പ്രധാന കാരണം. മാണിക്കുഞ്ഞിനെ മണിക്ക് നേരത്തെ പരിചയമുണ്ടോ? പരിചയം ഉണ്ടോന്നോ? നന്നായിട്ട് അറിയാം സാറേ. വെറും ടൈലർ ആയിരുന്ന ഈ മണി ഇന്ന് ആരെങ്കിലുമൊക്കെ ആയി തീർന്നിട്ടുണ്ടെങ്കിൽ അത് മാണിക്കുഞ്ഞ് സാറിന്റെ ആത്മാർത്ഥമായ സഹായം ഒന്നുകൊണ്ട് മാത്രമാണ്. ഒരു ബാഹുലേൻ അറിയോ? സാർ ഉദ്ദേശിക്കുന്നത് സബ് രജിസ്ട്രാർ ബാഹുലേനല്ലേ? ആ, ഈ മാണിക്കുഞ്ഞ് സാറിന്റെ പാർട്ട്നേഴ്സായ വർക്കിയുടെയും ഔസേപ്പച്ചന്റെയും സെറ്റിൽപ്പെട്ട ആള്. അതെ. ഈ സ്വത്തുക്കളുടെ കാര്യത്തിൽ സംശയമുണ്ടാകാൻ തന്നെ കാരണം ആ സബ് രജിസ്ട്രാർ ബാഹുലേനാണ്. അപ്പോൾ ആളത്ര യോഗ്യനല്ല. മണിക്ക് ഇപ്പോഴും അവരെയൊക്കെ സംശയമുണ്ടോ? എല്ലാം കഴിഞ്ഞിട്ട് വർഷങ്ങളായില്ലേ, ഇനി സംശയം ഉണ്ടായിട്ട് എന്ത് കാര്യം സാർ? ഈ ഡോക്ടർ വിജയലക്ഷ്മി അറിയോ? പോലീസ് സർജൻ, അന്ന് പോസ്റ്റ്മോർട്ടം ചെയ്ത. കേട്ടിട്ടുണ്ട്. അന്ന് പോസ്റ്റ്മോർട്ടം ചെയ്ത സമയത്ത് കണ്ടു എന്നല്ലാതെ അവരുമായിട്ട് നേരിട്ട് പരിചയമില്ല. മോനിച്ചനെയോ? അറിയാം. ആ ഒരു കാര്യത്തിൽ എനിക്ക് മാണിക്കുഞ്ഞ് സാറുമായിട്ട് അഭിപ്രായ വ്യത്യാസമുണ്ട്. അപ്പൊ ശരി മണി. അടിച്ചു കിട്ടിയോ? കിട്ടി സാർ. ഒരു മിനിറ്റ്. ഇവിടെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിനടുത്ത് ഞാനൊരു ചെറിയ കട കൂടി തുടങ്ങുന്നുണ്ട്. അതിന്റെ ഇൻവിറ്റേഷനാ. ഐശ്വര്യമായിട്ട് സാറിന് എന്നെ ആദ്യം ഇരിക്കട്ടെ. കവറില്ല, ക്ഷമിക്കണം. സാർ വന്ന് അനുഗ്രഹിക്കണേ സാർ. അനുഗ്രഹമൊക്കെ ഉണ്ടാവും, പക്ഷെ വരുന്ന കാര്യം സംശയം. ഞങ്ങൾക്ക് പല പരിമിതികളുണ്ട് മണി. വരട്ടെ. നമസ്കാരം സാർ. സാറിന് വീണ്ടും ഇങ്ങോട്ട് ട്രാൻസ്ഫർ ആയില്ലേ? ടൈലറിംഗ് ഷോപ്പൊക്കെ മാറ്റി ഷോറൂം ആക്കാൻ പോകുന്നല്ലേ? അതെ സാർ. അതിരിക്കട്ടെ, ആ പട്ടൻ എന്തിനാ ഇപ്പൊ തന്നെ കാണാൻ വന്നത്? അന്ന് സാറും ക്രൈംബ്രാഞ്ചും CBI ഒക്കെ ചോദിച്ച ചോദ്യം അവര് വീണ്ടും എന്നോട് ചോദിച്ചു, എന്താണ് പൗരമുന്നണി ഉണ്ടാക്കാൻ കാരണമെന്ന്. അന്ന് നിങ്ങളോടൊക്കെ പറഞ്ഞ അതേ മറുപടി തന്നെ ഞാൻ ഇപ്പോഴും പറഞ്ഞു. ആ കേസ് ഇനി എന്തന്വേഷിക്കാൻ ചോദിച്ചില്ലേ താൻ? CBI അല്ലേ? ഞാൻ ചോദിച്ച എന്തെങ്കിലും വിട്ടു പറയോ? അവരെന്തെങ്കിലും അന്വേഷിക്കട്ടെ എന്ന്. അതുപോട്ടെ, സാറിന് എന്താ ഒരു ടെൻഷൻ പോലെ? ഇതുവരെയുള്ള നമ്മുടെ അന്വേഷണത്തിൽ പ്രത്യക്ഷമായോ പരോക്ഷമായോ ഒറ്റയ്ക്കോ കൂട്ടമായോ ആരെയൊക്കെ സംശയിക്കാം? മാളിയേക്കൽ ഔസേപ്പച്ചൻ, കോളാടി വർക്കി, DYSP സത്യദാസ്, ബാഹുലയൻ,
വേണമെങ്കിൽ മോനിച്ചൻ, പിന്നെ അടിയോടിയും. അത് ഇത്തിരി കൂടുതലായി പോയി. കൂടുതലൊന്നുമില്ല, വേണമെങ്കിൽ നമുക്ക് നമ്മളെ തന്നെ സംശയിക്കാം. പിന്നെ ആരുമില്ല സാർ. വീണ്ടും പ്രധാനപ്പെട്ട ഒരാളെ വിട്ടു. ഡോക്ടർ വിജയലക്ഷ്മി, ഫോറൻസിക് സർജൻ. യെസ്, മറവി ഈ പണിക്ക് പറ്റിയതല്ല മോനെ. മരിക്കുന്നതിന് മുമ്പ് മാണിക്കുഞ്ഞ് പാർട്ട്നേഴ്സുമായി നടത്തിയെന്ന് പറയുന്ന ഇടപാടുകൾ എന്തൊക്കെയാണെന്ന് അന്വേഷിക്കണം. നമ്മുടെ അമ്പിസാമയ്ക്ക് നാദാമംഗലം രജിസ്റ്റർ ഓഫീസിൽ പരിചയക്കാരുണ്ടാവും. ഫുൾ ഡീറ്റെയിൽസ് കിട്ടണം. കറക്റ്റ് ചെയ്യാം സാർ. നമുക്ക് മിസ്റ്റർ നായരെ ഒന്ന് വിളിക്കണം. ഇതുവരെ ഉണ്ടായ ഡെവലപ്മെന്റ്സ് അദ്ദേഹത്തെ ഒന്ന് അറിയിക്കണ്ടേ? സാർ, എക്സ്ക്യൂസ് മീ, ദയവേത് സാറിന്റെ മുമ്പിൽ വെച്ച് ഇനി ഇതുപോലെ പറയരുത്. അതിന് ഞാൻ നുണയൊന്നും പറഞ്ഞില്ലല്ലോ. സത്യവും പറയരുത്, എന്റെ കോൺഫിഡൻസ് ആകെ പോവും. ശരി, പറയില്ല. താങ്ക് യു. എന്നാലും ഇങ്ങനെ മറക്കാൻ പാടില്ലല്ലോ. എനിക്ക് ഇവിടെ വരുമ്പോ മാത്രമായി മറവി. മറവി മാത്രല്ല, ഈ വിറയലും വിയർക്കലും ഒക്കെ ഇവിടെ വരുമ്പോ മാത്ര. നിങ്ങളെ കാരണം. സോറി, എനിക്ക് പേരറിയില്ല. ഇതുവരെയായിട്ടും അറിയില്ല. ഞാൻ ആരോടും ചോദിച്ചിട്ടില്ല. എന്റെ പേര് രചന. ഇനി ഞാൻ മറക്ക മാട്ടേൻ. ഗംഗയുടെ കരകൾ ഇയാളുടെ പേരെന്താ പറഞ്ഞത്? വെണ്ടർ കൃഷ്ണൻ. വെറും വെണ്ടർ അല്ല, ചെറുശ്ശേരി വെണ്ടർ കൃഷ്ണൻ. ഇവൻ അറിയാത്ത ഒറ്റ രജിസ്റ്റർ ഓഫീസ് കേരളത്തിലുണ്ടാവില്ല. അതെ, വെണ്ടർമാരുടെ അസോസിയേഷൻ മെമ്പറാണ്. അയ്യോ, വെറും മെമ്പർ അല്ല, സെക്രട്ടറി. മിസ്റ്റർ വെണ്ടയ്ക്ക കൃഷ്ണൻ. വെണ്ടയ്ക്ക അല്ല, വെണ്ടർ കൃഷ്ണൻ. സോറി, വെണ്ടർ കൃഷ്ണൻ. നാദാമംഗലം രജിസ്റ്റർ ഓഫീസിലൊക്കെ ഏർപ്പാടാക്കിയിട്ടുണ്ടല്ലോ. അവസാനം നമ്മൾ ചെല്ലുമ്പോൾ കൈമലർത്തുവോ? നോ, ഒക്കെ റെഡി. ഹലോ, അവിടെ ഇരുന്ന് പറഞ്ഞാൽ മതി. നമ്മൾ ചെല്ലുമ്പോ ലത്തീഫ് ചോദിച്ച കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടാകും. ഒരു ദിവസം എത്ര ലക്ഷം കൈക്കൂലി മറിയുന്ന സ്ഥലമാണെന്നറിയൂ. വാങ്ങിയാലും കൊടുക്കണം, വിറ്റാലും കൊടുക്കണം, എല്ലാം കള്ളന്മാരാക്കും. ആക്കും, ആമാ, ആ ഇല്ലെങ്കിൽ ആക്കും. ആഹാ, ഇവിടെ എത്തിയല്ലേ. അകത്തുള്ള പലർക്കും നമ്മുടെ തൊഴിൽ തന്നെയാ മോഷണം. ഒരു കരാറുണ്ടാക്കിയാൽ നമ്മുടെ ജോലി അവര് തന്നെ ചെയ്തു തരും. വാങ്ങട്ടെ, ഉത്തരപത്രം വാങ്ങട്ടെ. ഇന്നെന്റെ ആശാനില്ലേ, അന്നൊപ്പുണ്ടായ ആളെ, മൂപ്പര് വേറെ റൂട്ടിലായിരിക്കും അല്ലേ. നമ്മുടെ കുങ്കുമക്കുറിയൻ. ആരാ ഇത്? ഞങ്ങള് പഴയ സെറ്റപ്പാ. എനിക്ക് എല്ലാം അറിയാവട്ടോ. നിങ്ങളെ കണ്ട കള്ളനെന്ന് തോന്നുകയില്ല. ഇവനെ കണ്ടറിയാം, അപ്രന്റീസ് കള്ളൻ. അതെ, 3 പേരും കൂടി രജിസ്റ്റർ ഓഫീസ് അടിച്ച് മാറ്റുമോ? ഒരു മിനിറ്റ്, എന്താ ഒരു ഡൗട്ട് ക്ലിയർ ചെയ്യാൻ. എന്താ ഡൗട്ട്? പറയൂ, കേക്കട്ടെ. പറയാം. മോഷണത്തെ കുറിച്ചാണെങ്കിൽ ഞാൻ എന്ത് സംശയം ചോദിച്ചാലും പറഞ്ഞുതരാം കേട്ടോ. കുറെ നാളായിട്ട് വിചാരിക്കുന്നു ഈ ഡൗട്ട് ഒന്ന് ക്ലിയർ ചെയ്യണം. ശരി. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ എന്തോന്ന് സ്വന്തം കാര്യം നോക്കി ജീവിക്കണം. വെരി ഗുഡ്. ഇതാ ലത്തീഫ് സാർ, LD ക്ലർക്കാ. ഇത് ചാക്കോ സാർ. മനസ്സിലായി. നമുക്ക് അകത്തോട്ടിരിക്കാം. ചെല്ലാട്ടെ. തടിച്ചു ഉയരാതെ പമ്പർ 1, തെറിച്ചു പല്ല് 2. നാളെ 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 പല സർവേ നമ്പറുകളിലായി കെട്ടിടങ്ങൾ, തെങ്ങിൻതോപ്പുകൾ, വെറും ഭൂമി, ഷോപ്പിംഗ് കോംപ്ലക്സ് എല്ലാം ഉൾപ്പെടെ 9 ഡീൽ മാണിക്കുഞ്ഞ് പാർട്ട്നേഴ്സിന്റെ പേരിൽ കച്ചവടം ചെയ്തിട്ടുണ്ട്. ഈ ആധാരമൊക്കെ ക്രമത്തിലാണോ നടന്നിരിക്കുന്നത്? സ്റ്റാമ്പ് ഡ്യൂട്ടി ലാഭിക്കാനായിട്ട് വില കുറച്ച് കാണിച്ചതൊഴിച്ചാൽ എല്ലാം ക്രമത്തിലാണ്. ഇനി അതിനൊക്കെ അപ്പുറം എന്തെങ്കിലും കൃത്രിമം നടന്നിട്ടുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാൻ നിങ്ങൾക്കേ കഴിയൂ. നടന്ന പ്രമാണങ്ങളുടെ എല്ലാം ഡീറ്റെയിൽസ് ഇതിനകത്തുണ്ട്.